15-ാം വയസ്സ് വരെ തൻ്റെ ജീവിതം ദൈവത്തിനും പാപ്പായ്ക്കും പള്ളിക്കുമായി മാറ്റിവെച്ച ഒരു കൊച്ചു വിശുദ്ധനെ നിങ്ങൾക്കറിയാമോ? വിശുദ്ധനെ അറിയാൻ എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ കാർലോ അക്വിറ്റീസിനെയാണ്. എങ്ങനെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കൊച്ചുമിടുക്കൻ വിശുദ്ധനായത് അറിയാമോ? 15 വയസ്സിൻ്റെ ചുറുചുറുക്കും കാര്യക്ഷമതയും ഒക്കെയുള്ള കാർലോ അക്വിറ്റീസ് എന്ന ഈ കൊച്ചുമിടുക്കൻ കുഞ്ഞുമക്കൾക്കും കൗമാരക്കാർക്കും എന്നും നല്ല മാതൃകയാണ്. നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും എന്ന വലിയൊരു സന്ദേശം നൽകിയ 15 വയസ്സുകാരനായ, കമ്പ്യൂട്ടറിനെ സ്നേഹിച്ച, പഠിക്കാൻ മിടുക്കനായിരുന്ന, കളികളോട് താല്പര്യമുണ്ടായിരുന്ന, പള്ളിയിൽ സ്ഥിരമായി പോയിരുന്ന, നന്നായി പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധ കാർലോ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ കാർലോ ജനിച്ചത് എവിടെയാണെന്നറിയാമോ? 1991 ലണ്ടനിലായിരുന്നു കാർലോ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവമാതാവിനോട് കാർലോയ്ക്ക് വലിയ ഭക്തിയായിരുന്നു. 7-ാം വയസ്സിൽ കാർലോ ആദ്യ കുർബാന സ്വീകരിക്കുകയും അന്ന് മുതൽ മുടങ്ങാതെ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പം മുതലേ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ, ശാസ്ത്രത്തിന് അതീതമായ ദൈവിക ഇടപെടലുകൾ എന്നിവയെ പറ്റി അറിയുവാനും വായിക്കുവാനും കാർലോയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാർലോ കമ്പ്യൂട്ടറിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും 15 വയസ്സിനുള്ളിൽ കമ്പ്യൂട്ടർ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. സാങ്കേതിക വിദ്യയുടെ അതിവേഗ മുന്നേറ്റത്തിൻ്റെ ഈ കാലത്ത് വികസനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന കുട്ടികൾക്കും ജനങ്ങൾക്കും മാതൃകയായി മാറിയ വ്യക്തിയാണ് കാർലോ. 11 വയസ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. കാർലോ തനിക്ക് വെറും 11 വയസ്സായിരിക്കെ തന്നെ ഈ ലോകത്ത് നടന്ന പരിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെല്ലാം ക്രോഡീകരിച്ച് ശേഖരിച്ചു വെച്ചിരുന്നു. പരിശുദ്ധ കുർബാനയോട് കാർലോയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ലുക്കീമിയ കാർലോയെ ബാധിച്ചു. 14 വയസ്സായപ്പോൾ താൻ ഒരു വലിയ മാരക രോഗത്തിന് അടിമയാണെന്ന് കാർലോ മനസ്സിലാക്കി. മരിക്കുന്നതിന് 1 വർഷം മുൻപ് തൻ്റെ രോഗാവസ്ഥ അറിഞ്ഞപ്പോൾ കാർലോ ഡോക്ടറോട് എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഞാൻ എൻ്റെ വേദന മുഴുവൻ പരിശുദ്ധ മാർപ്പാപ്പയ്ക്കും തിരുസഭയ്ക്ക് മുഴുവൻ സമർപ്പിക്കുന്നു എന്ന്. ഹൃദയത്തിൽ നിറയെ ഈശോയോടുള്ള സ്നേഹം നിറച്ചു വെച്ച കാർലോയുടെ അഴിയാത്ത മൃതശരീരത്തിൽ നിന്നും എടുത്ത ഹൃദയം അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ബസലിക്കയുടെ അൾത്താരയിൽ തിരുശേഷിപ്പായി പ്രതിഷ്ഠിച്ചു. വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഓരോ തവണയും നാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മളും ഈശോയെപ്പോലെ ആയിത്തീരുന്നു എന്ന് പറഞ്ഞ കാർലോയുടെ ഈ വാക്കുകൾ നമുക്ക് ഹൃദയത്തിൽ സ്വീകരിക്കാം. വിശുദ്ധ കാർലോയെ കൂടുതൽ അറിയാനും നേരത്തെ തന്നെ ഈ വിശുദ്ധനെ അറിയാമായിരുന്നവർക്ക് വിശുദ്ധ കാർലോയോടുള്ള ഇഷ്ടം ഒരല്പം കൂടി കൂടാനും ഈ വീഡിയോ കാരണമായെന്ന് കരുതുന്നു. മറ്റൊരു വിശുദ്ധനൊപ്പം മാക് ടിവിയിലൂടെ നമുക്ക് വീണ്ടും കാണാം.